നെറ്റ്ഫ്ലിക്സിൽ ഇക്ക എന്ന പടം സ്ട്രീമിംഗ് ആരംഭിച്ചായിരുന്നു. ആൻഡ് ഈ സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് ഈ പടത്തിന്റെ മെയിൻ കാസ്റ്റ് തന്നെയാണ്. സണ്ണി ഡിയോൾ, അക്ഷയ് ഖന്ന, ദിയ മിർസ, തിലോത്തമ ഷോമെ, ഇത്രയും കിഡിൽ ആൻഡ് സോളിഡ് കാസ്റ്റ് ഉള്ളപ്പോൾ എനിക്ക് മിസ് ചെയ്യാൻ തോന്നിയില്ല. അതേപോലെ തന്നെ സിദ്ധാർത്ഥ് പി മൽഹോത്ര എന്ന ഡയറക്ടർ, ആളുടെ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്യുവർ മാർക്കായിട്ട് തോന്നിയ പടമായിരുന്നു ഹിച്ച്കി. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. സ്റ്റാറിംഗ് റാണി മുഖർജി. അതും വേറൊരു റീസൺ ആയിരുന്നു ഈ സിനിമ കാണാനായിട്ട്. ആൻഡ് ഈ സിനിമയുടെ പറ്റി പറയുവാണെങ്കിൽ, ഈ സിനിമയുടെ ഓപ്പണിംഗ് സീക്വൻസ് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി വന്നായിരുന്നു. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ചെറിയൊരു ലോജിക്കിൽ അതൊരു പരിപാടിയാണ് ഓപ്പണിംഗ് സീക്വൻസിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കൈവിട്ട കളിയാണെന്നൊരു ചെറിയൊരു ഭയം എൻ്റെ മനസ്സിൽ ചെറുതായിട്ട് ഉണർന്നു. പക്ഷെ അതിനുശേഷം സണ്ണി ഡിയോളിന്റെ ഇൻട്രോ മുതൽ പടം പതിയെ എൻഗേജിംഗ് ആയി മാറുന്നുണ്ട്. പടം 2 മണിക്കൂർ 18 മിനിറ്റ് ആണ്. ആ 2 മണിക്കൂർ 18 മിനിറ്റ് സ്റ്റോറി പ്രഡിക്റ്റബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ഈ പടത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, ഏത് വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് കംപ്ലീറ്റ്ലി ഗസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും ഈ പടം പ്രസന്റ് ചെയ്ത രീതി അത്യാവശ്യം ഡീസന്റ് ആയിട്ട് തന്നെയാണ്. ഈ പടത്തിന്റെ കോർട്ട് റൂം സീൻസ് ആണെങ്കിലും ആർഗ്യുമെന്റ് ചെയ്യുന്ന സീൻസ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം ഡീസന്റ് ആയിട്ട് വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പടം ബോർ അടിക്കാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. ആൻഡ് സണ്ണി ഡിയോൾ നല്ല സ്ക്രീൻ പ്രസൻസ് ആണ്, നല്ല പെർഫോമൻസ് ആണ്. ഇതിനകത്ത് സണ്ണി ഡിയോൾ ഒരു ഡിഫൻസ് ലോയർ ആണ് ആൻഡ് വില്ലന്റെ ഭാഗത്തു നിന്നാണ് ആർഗ്യൂ ചെയ്യണത്. അതും ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് തന്നെയായിരുന്നു. ആൻഡ് ഇത്രയും കാലം സണ്ണി ഡിയോൾ എന്ന് ചെയ്തുകൊണ്ടിരുന്നത് അത് നല്ല വൃത്തിക്ക് തന്നെ ഈ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് തിലോത്തമ ഷോമെ നല്ലൊരു ഫ്രഷ്നെസ് തോന്നിയ ഒരു ക്യാരക്ടറായിരുന്നു. ആൻഡ് നല്ല വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആകെ എനിക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണി ഡിയോളിന്റെ സ്റ്റാർ പവറും അതേപോലെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കാരണം കംപ്ലീറ്റ്ലി തന്നെ തിലോത്തമയുടെ ക്യാരക്ടറിനെ ഓവർ ഷാഡോ ചെയ്ത് കളഞ്ഞ പോലെ ഫീൽ ചെയ്തു. കുറച്ചും കൂടെ ഒരു സ്പേസ് കൊടുക്കായിരുന്നു തിലോത്തമയ്ക്ക് പെർഫോം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ പെർഫോം ചെയ്യാനായിട്ട്. ആൻഡ് അതേപോലെ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ കംപ്ലീറ്റ്ലി ഒരു സണ്ണി ഡിയോളിലെ ഷോ പോലെയാണ് എനിക്ക് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്തത്. തിലോത്തമയ്ക്ക് വലിയ ആ ഒരു ക്യാരക്ടറിന് വലിയ സ്കോപ്പ് ഒന്നും ഉണ്ടായില്ല ചെയ്യാനായിട്ട്. ആൻഡ് ദിയ മിർസയ്ക്ക് സ്പെഷ്യൽ മെൻഷൻ കൊടുത്തേ പറ്റും. സണ്ണി ഡിയോളിലെ വൈഫിന്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതിന് അത്യാവശ്യം വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. സണ്ണി ഡിയോളിലെയും ദിയ മിർസയുടെയും ആ ഒരു ഇമോഷണൽ ഫാമിലി മൊമെന്റ്സ് ഒക്കെ ഈ പടത്തിൽ നല്ല ഇമോഷണൽ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അതിന് അവരുടെ ഒരു മോളും ഉണ്ട്. ആ മോള് നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതിന് അധികം ഓവർ മെലോ ഡ്രാമാറ്റിക് ആവാണ്ട് തന്നെയാണ് ഇവർ ഇതിനകത്ത് പെർഫോം ചെയ്ത് വെച്ചിരിക്കണം ആ ഒരു സീക്വൻസസ് ഒക്കെ. ആൻഡ് എനിക്ക് സിനിമയിൽ ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നമ്മുടെ ദുരന്തർ ഫെയിമായ അക്ഷയ് ഖന്നയാണ്. കംപ്ലീറ്റ് ഒരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നിയത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ദുരന്തർ സെറ്റിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് ഡ്രസ്സ് മാറി ഒരു കോട്ടിട്ട് അഭിനയിച്ച പോലെ ഒരു ഫീലാണ് കിട്ടിയത്. അതേ എക്സ്പ്രഷൻ, അതേ ഡയലോഗ് ഡെലിവറി, അതേ ബോഡി ലാംഗ്വേജ്, നല്ല റെപ്പിറ്റേറ്റീവ് ആയിരുന്നു. നല്ല രീതിയിൽ ഒരു ഭയങ്കര ഇറിറ്റേഷനാണ് തോന്നിയത്. അടുത്ത പടത്തിൽ അഭിനയിക്കുമ്പോഴെങ്കിലും അല്ലെങ്കിൽ അടുത്തൊരു വില്ലൻ കഥാപാത്രം കിട്ടുമെങ്കിൽ പോലും അഭിനയം മാറ്റി പിടിക്കണം. ഈ ഒരേ എക്സ്പ്രഷൻ അത് വീണ്ടും കേൾക്കൂല. ആൾക്കാർക്ക് നല്ല ബോറടിയാണ് ഫീൽ ചെയ്യണത്. ഏതായാലും ഈ സിനിമയിലേക്ക് കംപ്ലീറ്റ്ലി ഒരു അട്ടർ മിസ്കാസ്റ്റാണ് തോന്നിയത്. എസ്പെഷ്യലി ഒരു പൊളിറ്റീഷ്യന്റെ സ്പോയിൽഡ് ഒരു സണ്ണായിട്ടാണ് കാണിക്കണത്. ഒട്ടും ശരിയാവണില്ല. ആ ഒരു പ്രായമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ അഭിനയം ഒന്നും ഒട്ടും കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. വേറെ ഒരു നല്ലൊരു കാസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. ആൻഡ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ബിൽഡപ്പിലോട്ട് എത്തിച്ചത് അത്യാവശ്യം നന്നായിരുന്നു, അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷെ ആ ഒരു കംപ്ലീറ്റ്ലി റിവീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ വാവ് ഫാക്ടർ ഒന്നും തോന്നിയില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത് പ്രസന്റ് ചെയ്ത രീതി, അതായത് ക്ലൈമാക്സിന്റെ ട്വിസ്റ്റ് പ്രസന്റ് ചെയ്ത രീതി ഭയങ്കര ഇതുവരെ കാണാത്തൊരു സംഭവം എന്ന രീതിയിലാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ സംഭവം കുറെ കണ്ടിട്ടുണ്ട്. ബോളിവുഡിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇത്തഫാക്ക് പോലത്തെ കുറെ സിനിമകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ വലിയ ഇമ്പാക്റ്റും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഓവറോൾ ഇക്ക ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയ ഒരു കോർട്ട് റൂം ഡ്രാമയൊന്നുമല്ല. അത്യാവശ്യം ഡീസൻറ്റ് കോർട്ട് റൂം ഡ്രാമയേ ഉള്ളൂ. നല്ല പെർഫോമൻസ്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള കോർട്ട് റൂമിൽ ആർഗ്യുമെന്റ് സീക്വൻസസും ഇമോഷണൽ മൂമെന്റ്സ് ഒക്കെ ഉള്ളൊരു ഡീസൻറ്റ് സിനിമ. സണ്ണി ഡിയോൾ ഫാൻസിന് ഒരു വർത്ത് വാച്ച് തന്നെയായിരിക്കും ഈ ഒരു പടം. എല്ലാ സിനിമകളും മാസ്റ്റർ പീസ് ആവണമെന്നില്ല. ചില സിനിമകൾ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് തരുന്ന പടങ്ങളുമുണ്ട്. എനിക്ക് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു പടമാണ് ഇക്ക. നിങ്ങൾ കാണുക. നിങ്ങളുടെ വേർഡിക്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ കമൻറ്റിൽ ആഡ് ചെയ്യുക.